വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദ പ്രോമിസ് ഓഫ് ഗ്രോയിങ് അപ്പ് ടുഗെദർ എന്ന ഡ്രാമയുടെ 14ാമത്തെ എപ്പിസോഡിൻ്റെ കഥ കേട്ടാലോ? അതിനു മുന്നേ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇതുവരെയുള്ള ദ പ്രോമിസ് ഓഫ് ഗ്രോയിങ് അപ്പ് ടുഗെദറിൻ്റെ എല്ലാ എപ്പിസോഡ്സും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തേക്കാം. അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അതൊന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുമാത്രമല്ല, ഡ്രാമ സജഷൻസ് ഉണ്ട് നിങ്ങൾക്കെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി കഥ തുടങ്ങിയാലോ? റോസിക്കുള്ള ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഷിയാമി. അതിനിടയിൽ ഷിയാവു വന്ന ന്യൂ ഇയറിൻ്റെ ഇവൻ്റ് കാലയ്ക്കുള്ള സ്പീച്ച് ഇത്രയും മതിയോ ഇങ്ങനെ മതിയോ എന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ ഇത്രയും മതി, ഇത് തന്നെയായി ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഷിയാമി അവളെ പറഞ്ഞയക്കുന്നു. ബർത്ത്ഡേ കാർഡ് റെഡിയാക്കി കഴിഞ്ഞു. പിറ്റേ ദിവസം അവൾക്ക് മോർണിംഗ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ അവന് നേരിട്ട് നൽകാൻ പറ്റുമോ എന്നറിയാത്തത് കൊണ്ട് അവളത് അവൻ്റെ സ്ഥലത്ത് വെച്ച് പോകാനൊരുങ്ങുന്നു. അതിനിടയിലാണ് മറ്റാരുടെയും കാർഡ് ആദ്യം വാങ്ങരുത്, ഞാൻ വന്ന് എൻ്റെ കാർഡ് നീ വാങ്ങണം, എന്നിട്ടേ ബാക്കി ആരുടെയും വാങ്ങാവൂ, രാവിലെ ക്ലാസ് റൂമിൽ എന്നെ കാത്ത് നിൽക്കണം എന്നെല്ലാം പറഞ്ഞ് റോസി മെസ്സേജ് അയക്കുന്നത്. ശേഷം റുവോത്തിയർ വരികയും അവർ ഒന്നിച്ച് ഡോമിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. റുവോത്തിയറിൻ്റെ കണ്ണ് ആ ബർത്ത്ഡേ കാർഡിലുണ്ട്. ഇനി അവളെങ്ങാനും അതെടുത്ത് നശിപ്പിക്കുമോ? പിറ്റേന്ന് റോസി കാർഡും കൊണ്ട് സ്കൂളിലേക്ക് നടന്നു വരുമ്പോൾ ജുന്നി അവനെ കാണുന്നു. അവൻ്റെ കയ്യിലുള്ള കാർഡ് നോക്കുന്നതിനിടയിൽ ആ കാർഡ് നിലത്ത് വീണ് അതിൽ ചളി പറ്റുന്നു. ഉടനെ വേറെ കാർഡ് വാങ്ങി വരാമെന്നും പറഞ്ഞ് ജുന്നി അവിടെ നിന്നും മുങ്ങുന്നു. ക്ലാസ്സിലെത്തിയ റോസിക്ക് പലരും കാർഡ് അവൻ്റെ ടേബിളിൽ കൊണ്ടുവച്ചിരുന്നു. ഷിയാമിക്കുള്ളതും അവൻ അവരുടെ പയ്യിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ടിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വേണമല്ലോ ഷിയാമിക്ക് ആദ്യമായി കാർഡ് കൊടുക്കാൻ. അതുകൊണ്ട് ഇതുവരെ കിട്ടിയ കാർഡെല്ലാം അവളുടേതാണെങ്കിലും അവൻ്റേതാണെങ്കിലും അവൻ സ്വന്തം കയ്യിൽ തന്നെ സൂക്ഷിച്ചു. അവിടെ ഉണ്ടായിരുന്നിരുന്ന കാർഡുകളിൽ ഏതെങ്കിലും ഷിയാമി അവന് നൽകിയതുണ്ടോ എന്ന് അവൻ നോക്കി. എന്നാൽ അത് മുഴുവൻ നോക്കാതെ അവൻ തിരിച്ച് ടേബിളിൻ്റെ അടിയിലേക്ക് തന്നെ വെക്കുന്നു. ഞാൻ ഷിയാമിക്ക് കാർഡ് കൊണ്ടു നൽകാൻ വരുമ്പോൾ അതും റോസി തന്നെ വാങ്ങി വെക്കുന്നു. ഫാൻയുവാൻ പോയ തക്കത്തിന് റോസി അതെടുത്ത് ഒളിപ്പിച്ച് വെക്കുന്നതും ഫാൻയുവാൻ കാണുന്നുണ്ട്. ഓരോരുത്തരും ഷിയാമിക്ക് ഭംഗിയുള്ള കാർഡുകൾ കൊടുക്കുന്നതൊന്നും റോസിക്ക് തീരെ പിടിക്കുന്നില്ല. ഒട്ടും കുശുമ്പില്ലെന്ന് തോന്നുന്നല്ലേ? കാർഡ് വാങ്ങാൻ പോയ ജുനിയെയും കാണുന്നില്ല. റോസി സ്വന്തം കഴിവ് പുറത്തെടുക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. റോസി സ്വന്തമായൊരു കാർഡ് ഉണ്ടാക്കി ഷിയാമിക്ക് നൽകാൻ തീരുമാനിക്കുന്നു. അവൻ ഒരു ഗംഭീര ആർട്ടിസ്റ്റ് തന്നെ. അവൻ്റെ കലാവിരുദ്ധവും പ്രശംസനീയം തന്നെ. നിമിഷ നേരങ്ങൾ കൊണ്ട് അവൻ ഷിയാമിക്കുള്ള കാർഡ് റെഡിയാക്കി. എന്നിട്ട് ഷിയാമിയുടെയും റോസിയുടെയും വാട്ടർ ബോട്ടിൽ എടുത്തുകൊണ്ട് പോയി അതിൽ വെള്ളം നിറച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുന്നത്. അവസരത്തിൽ ഷിയാമി ബാക്ക് ഡോർ വഴി ക്ലാസ്സിലേക്ക് കയറി വരുന്നു. ക്ഷീണിച്ച ആവശ്യമായിട്ടാണ് അവൾ വന്നത്. റോസിയെയും റുവോത്തിയറിനെയും നല്ല കപ്പിൾ എന്ന് കുട്ടികൾ പറഞ്ഞത് അവളുടെ മനസ്സിൽ കെപ്പുണ്ട് കേട്ടോ. ക്ലാസ്സിലെത്തിയ ഷിയാമി സ്വന്തം ടേബിളിൽ പോയി ആരുടെയെങ്കിലും കാർഡ് തനിക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയെങ്കിലും അവിടെയൊന്നും കാർഡുകൾ ഉണ്ടായിരുന്നില്ല. എന്താ കാര്യം? റോസി അതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ. ഇവൻ എന്താ എനിക്ക് കാർഡ് തരാത്തെ? ഞാൻ അവനുള്ളത് ഇന്നലെ രാത്രി തന്നെ ടേബിളിൽ വെച്ചിരുന്നല്ലോ. റോസി പോലും എനിക്ക് കാർഡ് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഫാനിയാൻ വന്ന് അവൾക്ക് കൊടുത്ത കാർഡിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ റോസി ആകട്ടെ അതും ഒളിപ്പിച്ച് വെച്ചിരുന്നു. അവരവിടെയെല്ലാം തിരഞ്ഞെങ്കിലും കാർഡുകളൊന്നും കണ്ടു കിട്ടില്ല. അവസാനം ഷിയാമി ഡായോനോട് ചോദിച്ചു, നീ എൻ്റെ കാർഡുകൾ ആരെങ്കിലും എടുക്കുന്നത് കണ്ടോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല, റോസിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അല്ല, അവൻ എവിടെ പോയെന്ന്. അവനാണെങ്കിൽ വാട്ടർ ബോട്ടിൽ നിറയ്ക്കാൻ പോയിരിക്കുകയാണല്ലോ. ഷിയാമി അവനെയും തപ്പിപ്പോയി. ഫാനിയാൻ അവളുടെ പിറകെ പോകാൻ ശ്രമിച്ചെങ്കിലും ഡായോ അവനെ തടഞ്ഞു നിർത്തി. അവനുള്ള കാർഡ് കൊടുത്ത് അവനോട് സംസാരിച്ച് അവിടെ നിന്നു തൻ്റെ സംശയങ്ങൾ കുറേ ഉണ്ട്, ക്ലിയർ ചെയ്ത് തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഷിയാമി നോക്കുമ്പോൾ റോസി വാട്ടർ ബോട്ടിലും കൊണ്ട് നടന്നു വരുന്നു. അവൾ അവനോട് പോയി ചോദിച്ചു, എവിടെയാടാ എൻ്റെ കാർഡ് എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, നീ പേടിക്കണ്ട, അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനായിരിക്കണം നിനക്ക് ആദ്യത്തെ കാർഡ് തരുന്നതെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം എടുത്തു വെച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ ഷിയാമി റോസിയോട് ചോദിക്കും, എന്നാൽ നിൻ്റെ കാർഡ് തായെന്നും പറഞ്ഞിട്ട്. റോസി പറയും, എൻ്റെ കാർഡ് ജുന്നി കാരണം നാശമായി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഷിയാമി പറയും, സാരില്ല, പോട്ടെ, ഒരു കാർഡല്ലേ, കുഴപ്പമില്ല എന്ന് പറയും. എൻ്റെ കാർഡ് നാശമായെന്ന് വിചാരിക്കാം, നീ എന്താ എനിക്ക് കാർഡ് തരാത്തെന്ന് റോസി ഷിയാമിയോട് ചോദിക്കുമ്പോൾ, ഞാനൊക്കെ എപ്പോഴോ നിനക്ക് കാർഡ് തന്നു, കണ്ടില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് ഇതാവുമ്പോഴേക്കും ഷിയാമിയുടെ അടുത്തുനിന്ന് റോസി വേഗം ഓടി ക്ലാസ് റൂമിൽ പോയി അവന് കിട്ടിയ എല്ലാ കാർഡുകളും എടുത്ത് നോക്കുമ്പോൾ അതിൽ ഷിയാമി അവന് ഉണ്ടാക്കി നൽകിയ ആ ബർത്ത്ഡേ കാർഡ് കാണും. അവന് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാം കണ്ട് അസൂയം മൊത്തിട്ട് ഫാനിയാൻ പിന്നെയും നെഗറ്റീവ് വൈബില്ല എന്ന് വിചാരിക്കാം. അതുകൊണ്ട് റോത്തിയർ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, റോസിക്ക് അവൾ കൊണ്ടുവന്ന കാർഡും കൊണ്ട്. അപ്പോൾ റോസി എന്ത് ചെയ്യാണ്, അവൻ അവൾക്ക് ഉണ്ടാക്കി നൽകിയ കാർഡും അതുപോലെ ഇത്രയും നേരം ആൾക്കാർ അവൾക്ക് കൊടുത്തു തരുന്ന കാർഡുകളും ഒക്കെ അവൾക്ക് കൊടുക്കും. അവനുണ്ടാക്കിയ കാർഡ് അവന് കൊടുക്കാനൊരു മടിയുണ്ട് കേട്ടോ. കാരണം അവൻ സ്വയം ഉണ്ടാക്കിയതല്ലേ, അതത്ര നന്നായിട്ടൊന്നുമില്ല എന്നുള്ള മട്ടാണ് അവന്. അത് കൊടുക്കാൻ അവനൊരു വിഷമം ഉണ്ടായെങ്കിലും അവനിങ്ങനെ പറയും അവളോട്, ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയതാണ്, മറ്റേത് നാശമായി പോയത് നിന്നെ വിഷമിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് എന്ന് പറയും. ഷിയാമിക്ക് ഭയങ്കര സന്തോഷമാവും. ഞാനാണെങ്കിൽ ഇതെല്ലാം കണ്ട് വിഷമിച്ച് ക്ലാസ്സിൻ്റെ പുറത്തേക്ക് പോകും. റോസി അവൾക്ക് മറ്റൊരു ഗിഫ്റ്റും കൂടെ കൊണ്ടുവന്നിരുന്നു കേട്ടോ, ഒരു സ്റ്റാർ ബൗൾ. ജുനിയാകട്ടെ സ്കൂളിന് പുറത്ത് കിടക്കാൻ ശ്രമിച്ചതിന് പ്രിൻസിപ്പാളിൻ്റെ പണിഷ്മെൻറ്റും കിട്ടി നിൽക്കുകയാണ്. ഷിയാബുവിനാണെങ്കിൽ അവനെ കളിയാക്കാൻ ഒരു അവസരം കിട്ടിയാൽ മതി എന്നുള്ള മട്ടാണ്.
അപ്പോൾ തുടങ്ങും അവനെ കളിയാക്കാൻ. അവളും റോത്തിയറും ഷിയാമിയും ഒക്കെ കൂടി അവൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്ന് അപ്പോൾ ഷിയാമിയോട് ജുനി നടന്ന സംഭവങ്ങളൊക്കെ പറയും. റോസി അപ്പുറത്ത് നിന്ന് കൈകൊണ്ട് ആംഗിയൊക്കെ കാണിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോഴേക്കും അവർ ക്ലാസ് ടീച്ചർ വന്നിട്ട് പണിഷ്മെൻ്റ് ഒക്കെ മാറ്റിയിട്ട് അവരെ കൊണ്ട് ക്ലാസ് റൂമിലേക്ക് പോകും. ന്യൂ ഇയർ ഈവിൻ്റെ ഗാല പ്രോഗ്രാമിൽ റോസിയുടെ അടിപൊളി പാട്ടുണ്ടായിരുന്നു കേട്ടോ. ഷിയാമിയും റോസിയും എല്ലാവരും അതിങ്ങനെ നിന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം റോസിയുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. എല്ലാവരും അവന് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തു. എന്നാൽ ഷിയാമി ഗിഫ്റ്റ് കൊടുക്കാൻ വരുന്നതിന് തൊട്ട് മുന്നേ റോത്തിയർ കയറി അവളുടെ ഗിഫ്റ്റ് കൊടുത്ത് ആകെ പ്രശ്നമാക്കി. ഷിയാമി അവിടുന്ന് ഓടിപ്പോയി. അപ്പോൾ ഷിയാമി റോസി ഒരു തരത്തിലും എടുക്കാതിരിക്കാൻ റോത്തിയർ അവളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. ഈ അടി ഉണ്ടാവുന്നതിൻ്റെ തൊട്ട് മുന്നേ അവർ ട്രൂത്ത് ഓർ ഡെയർ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഷിയാമി അതിന് കളിയാക്കുന്നൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടാവുന്ന കുറച്ച് സംഭാഷണങ്ങൾ കാരണം. ഫാനിയാൻ കൊടുത്ത ഗ്രീറ്റിംഗ് കാർഡ് ഞാൻ താൻ കണ്ടു എന്നൊക്കെ ഷിയാമി ഫാനിയാനോടൊപ്പം പറയുന്നുണ്ട് കേട്ടോ. ഷിയാമി ഭയങ്കര വിഷമത്തിലാണ്. റോസിയോടെ പിന്നെ മിണ്ടിയിട്ടില്ല. ഷിയാമി നടു റോട്ടിലിരുന്ന് കരയുമ്പോൾ ഫാനിയാനാണ് അവൾക്ക് കൂടെ ഉണ്ടായിരുന്നത്. റോസി കുറേ നേരം കഴിഞ്ഞിട്ട് ഷിയാമിയെ കാണാതാകുമ്പോൾ അന്വേഷിക്കും. അപ്പോഴും റോത്തിയുടെ ഇടയിൽ നിന്ന് എന്തൊക്കെയോ പറയും. അപ്പോൾ റോത്തിയറിനോട് റോസി തീർത്തും പറയും, നിന്നോട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല, നീ ഇടയിൽ കിടന്ന് കളിക്കേണ്ട, നീ എത്രയൊക്കെ ശ്രമിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങളെ തമ്മിൽ അകറ്റാൻ പറ്റുന്നില്ല എന്ന് റോസ് ചെന്ന് നോക്കുമ്പോൾ ഷിയാമി മഴയത്ത് നനഞ്ഞിരുന്ന് കരയായിരിക്കും. അവൾ മഴ നനയാതിരിക്കാൻ ഫാനിയാൻ അവൻ്റെ കോട്ട് ഊരി അവളുടെ മേൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ കൂടെ കാണുമ്പോൾ റോസിക്കും വിഷമാവും. റോസിയും ഫാനിയാനും ഒന്നിച്ചാണ് ഷിയാമിയെ ഡോമിലേക്ക് കൊണ്ടുപോയി ആക്കുന്നത്. എന്നാൽ റോസിയോട് ഷിയാമി മിണ്ടുന്നേ ഇല്ല. റോസിയെ കൂട്ടിയിട്ട് ഫാനിയാൻ എന്നിട്ട് മഴയത്ത് നനഞ്ഞങ്ങനെ അവനെ ആശ്വസിപ്പിച്ചിട്ട് പോകും. റൂമിൽ തിരിച്ചെത്തിയ ഷിയാമി റോത്തറിനെ കാണുമ്പോൾ ഒന്ന് പകച്ച് നിൽക്കും. ഷിയാമി അവിടെ ഇരുന്നിട്ട് കരയുമ്പോൾ എല്ലാവരും അവളെ ഇങ്ങനെ ഉപദേശിക്കും, നമുക്ക് കുടയെടുത്ത് പോവായിരുന്നില്ലേ, ഇപ്പോൾ മഴയത്ത് നിന്ന് തിരിച്ച് നനഞ്ഞ് വരേണ്ടി വന്നില്ലേ എന്നൊക്കെ ചോദിച്ച ശേഷം അവൾ കയറി കിടക്കും. അവൾ കയറി കിടന്ന് ഒന്ന് തിരിയുമ്പോൾ റോത്തിയറും അവളെ നോക്കി കിടക്കായിരിക്കും ബെഡിൽ. അപ്പോൾ അവൾ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ആകെ വിഷമിച്ച് കിടക്കും. അവൾ റോസിക്ക് കൊടുക്കാൻ വാങ്ങിയ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ ഗിഫ്റ്റായിട്ട് അവന് കൊടുക്കാനും പറ്റിയതുമില്ല. അപ്പോൾ അവൾ ആ ഗിഫ്റ്റും കെട്ടിപ്പിടിച്ച് അങ്ങ് കരയും. മാർക്കർ കൊണ്ട് ബെഡിൽ എന്തൊക്കെയോ എഴുതി വയ്ക്കും ആ വിഷമത്തിൽ. റോസിക്കാണെങ്കിൽ ആ മഴയൊക്കെ കൊണ്ട് പനി പിടിച്ച് അവനും റൂമിൽ ഇങ്ങനെ കിടക്കും. അവനിങ്ങനെ ചിന്തിക്കും, ഫാനിയാൻ ഷിയാമിയുടെ മേത്ത് ആ കോട്ട് വെച്ച് മഴ കൊള്ളാതെ ഇരുത്തിയതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അവനും അവിടെ കിടക്കും. അവന് പക്ഷേ അവളെ എപ്പോഴും ഇഷ്ടമാണ്. അവൾ കൊടുത്ത ആ ഗ്രീറ്റിംഗ് കാർഡ് തലക്കിൽ വെച്ചിട്ടാണ് അവൻ അവിടെ അങ്ങനെ പനിച്ച് കിടക്കുന്നുണ്ടാവുക. വീണ്ടും വന്ന് രാത്രി ഉണ്ടായ സംഭവങ്ങൾ ഓർത്തിങ്ങനെ അവനും കിടക്കും. അതുപോലെ തന്നെയാണ് ഫാനിയാനും വന്നുണ്ടായ സംഭവങ്ങൾ ഓർത്തിങ്ങനെ ബെഡിൽ ഉറക്കമില്ലാതെ കിടക്കുന്ന സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നറിയണ്ടേ? ഷിയാമിയും റോസിയും തമ്മിലുള്ള പിണക്കം മാറും എന്നൊക്കെ അറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.